നമ്മള് കുറച്ച് പണി ഉണ്ടായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതേപ്പോ കഞ്ഞി കുടിക്കുവാണ്. ഇന്ന് ചോറ് വെച്ചില്ല, പെട്ടെന്ന് കുക്കറിൽ കഞ്ഞി വെക്കുവാണ്. അപ്പൊ നിങ്ങൾ പറയും എന്താ പറയാ, കഴിച്ചിട്ട് വേണം കഴിക്കാൻ, കഴിച്ചിട്ട് കുളിക്കുന്നവരെ കണ്ടാ കുളിക്കണമെന്ന്. പക്ഷെ എനിക്കിപ്പോ കുളിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ പണിയുണ്ട് കേട്ടോ. ആ പണികൾ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കുവാണ്. ഇത് കഞ്ഞിയുണ്ട്, എനിക്കിത് ചട്ടിയിൽ കഴിക്കാൻ തോന്നി കേട്ടോ, അതുകൊണ്ടാണ് ചട്ടിയില്. മീനുണ്ട്, അയല വെച്ചത്, പിന്നെ അയല വറുത്തതുണ്ട്. ഇത് കപ്പയും ചേമ്പും വെച്ചതാണ് കേട്ടോ. ഇത് ഇന്ന് വെച്ചതല്ല, ഇന്നലെ നൈറ്റ് വെച്ചതായിരുന്നു. പിന്നെ ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. ഇവനാണ് താരം, ഇവനാണ് ഹൈലൈറ്റ്. പപ്പടം ചുട്ടത്, ചട്ടിച്ചോറല്ല, ഇത് ചട്ടിക്കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാട്ടോ. ഇത് വെച്ചിട്ട് ഉപ്പിട്ടു ഇളക്കി കൊടുക്കാട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നി ചട്ടിച്ചോറല്ലേ, ഇത് ചട്ടിക്കഞ്ഞി അയക്കാറോ. ഇത് കഞ്ഞി ഉപ്പിട്ടു, ഒരു ഇച്ചിരി സൈഡിൽ കപ്പ വെച്ചു, ഉള്ളത് വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഒരു മീൻ ചാറ്, ഈ നടുക്ക് മീൻ ചാറ് ഒഴിച്ചു, കറിവേപ്പിലയും കടകിട്ടി, മീൻ കറി, കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, പപ്പടം ചുട്ടത്. ചട്ടിക്കഞ്ഞി റെഡി. തട്ടിക്കൂട്ട് ചട്ടിക്കഞ്ഞി റെഡി. ചട്ടിക്കഞ്ഞി കുടിക്കാം. ചുട്ട പപ്പടം കയ്യിലെടുത്തു, കറിവേപ്പില, കറിവേപ്പില ഇങ്ങനെ ചവച്ച് കഴിക്കണം. പക്ഷെ ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് മീൻ കറിയിലെ മീൻ സൈഡിലേക്ക് വെച്ച് കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇച്ചിരി എടുത്ത്, കപ്പച്ചേമ്പ് ഇത്തിരി എടുത്ത്, അയല മുളകിട്ടത് ഇത്തിരി എടുത്ത്, മീൻ വറുത്തതും കൂടെ എടുത്ത് കുഴച്ച് ചട്ടിക്കഞ്ഞി ഇങ്ങനെ എടുത്ത് ചുട്ട പപ്പടം, ടേസ്റ്റ്. പണി ചെയ്തതിന്റെ ക്ഷീണം എല്ലാം മാറി. കൂട്ട് കഞ്ഞിയിലേക്ക് കപ്പയും ചേമ്പും കൂടെ വെച്ചതും, ആ മീൻ മുളകിട്ടതിന്റെ ചാറും, മീൻ വറുത്തതും, കോവയ്ക്ക മെഴുകുവരട്ടിയും കൂടിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ, പറഞ്ഞൊരുക്കുമല്ല എന്തോ ടേസ്റ്റ്.